ആയിഷയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ ആയിഷയുടെ വീട്ടിലെത്തി എന്നുള്ളതാണ് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. വലിയ സങ്കടകരമായ വേദനാജനകമായ കാഴ്ചയിലൂടെ സാഹചര്യത്തിലൂടെയൊക്കെയാണ് ആ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ കുടുംബം ഇതെങ്ങനെ അംഗീകരിക്കും എന്നൊക്കെയുള്ളത് വളരെ ആശങ്കപ്പെടുത്തുന്ന വേദനയുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇന്നലെയാണ് കല്ലടിക്കോട് ഈ 4 കുരുന്നുകളുടെയും ജീവൻ എടുക്കുന്ന തരത്തിൽ അത്ര വലിയൊരു അപകടമുണ്ടാകുന്നത്. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വിദ്യാർത്ഥികളാണ്. വലിയ പ്രതീക്ഷയോടെ ആ നാടും കുടുംബവും സ്കൂളും ഒക്കെ നോക്കിക്കണ്ടിരുന്ന വിദ്യാർത്ഥികളാണ്. ഒട്ടും പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് ഇത്തരത്തിൽ ഒരു അപകടമുണ്ടാകുന്നു. ഒരു സിമന്റ് ലോറി നിയന്ത്രണം തെറ്റി ആ കുഞ്ഞുങ്ങളുടെ പ്രതീക്ഷകൾക്ക് മുകളിലേക്ക് പാഞ്ഞു കയറുകയായിരുന്നു. തൽക്ഷണം തന്നെ ആ കുഞ്ഞുങ്ങൾ 4 പേരും മരിച്ചു എന്നുള്ളതാണ്. ആസിഫ് തുടരുന്നുണ്ട്. ആസിഫ്, ആയിഷയുടെ മൃതദേഹം വീട്ടിലെത്തി എന്നാണ് കരുതുന്നത്. തീർച്ചയായും ഇപ്പോൾ ആയിഷയുടെ മൃതദേഹം വീടിന് ഉള്ളിലേക്ക് എടുക്കുകയാണ്. അല്പം മുമ്പാണ് ആയിഷയുടെയും മറ്റ് 3 സുഹൃത്തുക്കളുടെയും മൃതദേഹം വീടുകളിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ വീടിൻ്റെ ഉള്ളിലേക്ക് ആ മൃതദേഹം എടുത്തു വെക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഈ ഒരു സംഭവം ഉണ്ടായ സമയത്ത് ആയിഷയുടെ പിതാവ് അടക്കമായി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് ആയിഷയുടെ പിതാവ് ഒരു കട നടത്തുന്ന ആളാണ്. തൻ്റെ മകൾ ഇതിനിടയിൽ ഉള്ളതോ ഒന്നും അദ്ദേഹം അറിയുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് ലോറി മാറ്റി രക്ഷാപ്രവർത്തനം നടത്തിയതിന് പിന്നാലെയാണ് ഈ ഒരു ദുരന്തത്തിൽ തൻ്റെ മകളും ഇരയായിട്ടുണ്ട് എന്ന് ഈ പിതാവ് അറിയുന്നത്. ഏതായാലും ഇപ്പോൾ ആയിഷയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. വലിയ രീതിയിൽ ആളുകൾ ഇങ്ങോട്ട് പുലർച്ചെ മുതൽ തന്നെ ഇവിടെ ആളുകളുടെ വലിയ കൂട്ടം നമുക്ക് കാണാൻ കഴിയും. ആയിഷയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ ഇന്നലെ തന്നെ ഈ ഒരു അപകട വാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ ഇങ്ങോട്ട് എത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ അദ്ദേഹം ഇപ്പോൾ മൃതദേഹം വീട്ടിലേക്ക് എത്തുകയും വീട്ടിലേക്ക് ഇപ്പോൾ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുള്ളത്. അതിന് ഇപ്പോൾ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. സുഹൃത്തുക്കളും ബന്ധുക്കളും അടക്കമുള്ളവർ ഇങ്ങോട്ട് എത്തുന്നുണ്ട്. ആയിഷയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആയിഷ വലിയ രീതിയിൽ ആ സ്കൂളിൽ സജീവമായിരുന്ന ഒരു കുട്ടിയാണ്. പഠനത്തിലും മിടുക്കിയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റ് കലാരംഗത്തും വലിയ രീതിയിൽ ശോഭിച്ചിരുന്ന കുട്ടിയാണ്. സ്കൂൾ കലോത്സവത്തിൽ ഒപ്പന മത്സരത്തിലും മറ്റും മണവാട്ടിയായും എല്ലാം അങ്ങനെ സജീവമായി നിലനിർത്തുകയും കൂട്ടുകാരുടെ എല്ലാം ഒരു പ്രിയപ്പെട്ട ഒരു സുഹൃത്തു കൂടിയായിരുന്നു ആയിഷ എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ എന്തായാലും ആയിഷയുടെ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പിതാവ് അടക്കമുള്ള എല്ലാവരും ഇപ്പോൾ ഇവിടുത്തെ തന്നെ എന്തായാലും വലിയ രീതിയിൽ ആളുകൾ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷം ഇവിടെ ഏകദേശം 2 മണിക്കൂറിന് ശേഷം ഇവിടെ എത്തിയതിനു ശേഷം നടത്തുന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. സ്കൂൾ കുട്ടികളടക്കമുള്ളവർ സഹപാഠികളടക്കമുള്ളവർ ഇപ്പോൾ ഇങ്ങോട്ട് എത്തിയായിരിക്കും ആ മൃതദേഹം അവസാനമായി കാണുക. അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ഇപ്പോൾ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് വലിയ ദാരുണമായ സംഭവം. 4 സുഹൃത്തുക്കൾ അവർ വീട്ടിലേക്ക് നടന്നു വരുന്ന വഴിയിൽ ഔചാരികമുണ്ടായ അപകടത്തിൽ അവരുടെ ജീവൻ പൊലിയുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ഇപ്പോൾ തന്നെ ബന്ധുക്കളടക്കമുള്ള നിരവധി ആളുകളാണ് ആയിഷയുടെ വീട്ടിലേക്ക് അവസാനമായി ആയിഷയെ ഒരു നോക്ക് കാണാൻ എത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അല്പം മുമ്പ് പ്രാർത്ഥനയടക്കമുള്ളവ ആയിഷയുടെ വീട്ടിൽ നടന്നിരുന്നു. മതപരമായ പ്രാർത്ഥനയടക്കമുള്ള ചടങ്ങുകൾ നടന്നിരുന്നു. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ, വെള്ളിയാഴ്ച ആയതിനാൽ ജുമാ നമസ്കാരത്തിന് മുമ്പ് തന്നെ ഖബറടക്കം 4 കുട്ടികളുടെയും പൂർത്തിയാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാനുള്ള ആളുകളെല്ലാം നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ വീട്ടിലെ പ്രദർശനത്തിന് ശേഷമാണ് പിന്നീട് അത് 4 കുട്ടികളുടെയും മൃതദേഹം ിലേക്ക് മാറ്റുകയും അവിടെ പ്രദർശനത്തിന് എത്തുകയും ചെയ്യുക. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. മാതാപിതാക്കളടക്കമുള്ളവർ കൊണ്ടാണ് അങ്ങനെ ഒരു സമയത്ത് അവിടെ ഇപ്പോൾ അവർ അന്തിമോപചാരം അർപ്പിക്കുകയും ചെയ്യുകയാണ്. കാരണം ബന്ധുക്കളടക്കമുള്ള നിരവധി ആളുകൾ കാത്തു നിൽക്കുകയായിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവളെ ഒരു നോക്ക് കാണുവാൻ. അപ്പോൾ നമുക്ക്
കാണാൻ കഴിയും. സ്ത്രീകളടക്കമുള്ളവർ ഇപ്പോൾ ആയിഷയുടെ മൃതദേഹത്തിന് അരികിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്തായാലും ഔദ്യോഗികമായ ഈ ഒരു അപകടത്തിൽ നാടൊന്നാകെ വിറങ്ങലിച്ച് നിൽക്കുകയാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞു മക്കളുടെ ജീവൻ ഇന്നലെ നഷ്ടപ്പെടുമ്പോൾ അവർ ഇന്നലെ വരെ ഈ ഒരു എല്ലാ ദിവസവും ഇങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് നടന്നാണ് വന്നുകൊണ്ടിരുന്നത്. വീടിന് തൊട്ട് സമീപത്തെത്തിയപ്പോഴാണ് ഈ അപകടമുണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ആയിഷയുടെ വീടിൻ്റെ അവിടെ നിന്ന് ഏകദേശം 200 മീറ്റർ ദൂരം മാത്രമാണ് ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് ഉള്ളത്. അതിൻ്റെ ആയിഷയുടെ പിതാവ് ഇതിന് സമീപത്തുള്ള തന്നെ ജംഗ്ഷനിൽ തന്നെയാണ് കട നടത്തുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അപകട വിവരമുണ്ടായ അറിഞ്ഞ സമയത്ത് തന്നെ ആയിഷയുടെ പിതാവടക്കം ഓടിയെത്തിയാണ് ഈ രക്ഷാപ്രവർത്തനം അടക്കം നടത്തുകയും ചെയ്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. അങ്ങനെ പിന്നീട് ആ വാഹനം ഉയർത്തി കുട്ടികളെ പുറത്തേക്കെടുത്തപ്പോഴാണ് തൻ്റെ മകളും അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന പിതാവ് പോലും അറിയുന്നത്. എന്തായാലും ഇപ്പോൾ നമുക്ക് വലിയ തിരക്കാണ് ഓരോ വിദ്യാർത്ഥികളുടെയും വീടിന് മുമ്പിലുള്ളത്. ഈ നാടൊന്നാകെ ഇങ്ങോട്ട് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 100 കണക്കിന് വരുന്ന ആളുകൾ ഓരോ വീട്ടിന് മുമ്പിലും ഇപ്പോൾ ആയിഷയുടെ വീട്ടിലേക്കടക്കം നിരവധി ആളുകൾ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ സ്ത്രീകളടക്കമുള്ളവർ ഈ ഓരോ വീടിൻ്റെ അടുത്തേക്കും ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും വളരെ നമുക്ക് ഇവിടെ നിന്ന് വിവരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഓരോ നിമിഷവും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കാരണം തൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ അവരുടെ ജീവൻ നഷ്ടമാകുകയും അവരെ ആ ഒരു ശരീരത്തിൽ കാണേണ്ടി വരികയും ചെയ്യുന്ന മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും അടക്കം അവസ്ഥ അത് കണ്ടു നിൽക്കാൻ മാത്രമേ നമുക്കടക്കമുള്ളവർക്ക് ഈ ഒരു ഘട്ടത്തിൽ കഴിയുകയുള്ളൂ. എന്തായാലും ഇപ്പോൾ 4 കുഞ്ഞുങ്ങളുടെയും മൃതദേഹങ്ങൾ അവരുടെ വീടുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി വീടുകളിലെ പൊതുദർശനത്തിന് ശേഷമാണ് പിന്നീട് എല്ലാവർക്കും കാണാനുള്ള ഒരു സൗകര്യമെന്ന നിലയിൽ ഓഡിറ്റോറിയത്തിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുക. 8:30ക്കും 9 മണിക്കും ഇടയിൽ തന്നെ മൃതദേഹങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് മാറ്റുമെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനും കഴിയുന്നത്. അവിടെ ആളുകൾക്ക് കാണാൻ ആവശ്യമായ സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്കൂൾ കുട്ടികളടക്കമുള്ളവർക്ക് അവിടെയായിരിക്കും കാണാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്തുകയും ചെയ്യുക. അതായത് ഇപ്പോൾ വീടുകളിലെത്തിച്ച മൃതദേഹങ്ങൾ ബന്ധുക്കളും മറ്റും സന്ദർശിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പലർക്കും താങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് നമുക്ക് പറയേണ്ടതില്ലല്ലോ. കാരണം ഇന്നലെ വരെ ആയിഷ സുഹൃത്തുക്കൾ നടന്നുപോയ വഴികളിലൂടെയാണ് ഇന്ന് ഈ ആംബുലൻസുകളിൽ മൃതദേഹങ്ങൾ ഇങ്ങോട്ട് എത്തുന്നത്. അവർ ഓടിക്കളിച്ചിരുന്ന ആ വീതികളിൽ കൂടിയാണ് ഇപ്പോൾ ജീവനറ്റ അവരുടെ ശരീരങ്ങൾ ആ വീടിൻ്റെ അകത്തങ്ങളിലേക്ക് ഇപ്പോൾ കയറ്റിയിട്ടുള്ളത്. എന്തായാലും ഇനി അവർക്ക് വേണ്ടി ആകെ ചെയ്യാൻ കഴിയുന്നത് അവർക്ക് കുടുംബങ്ങൾക്ക് ചെയ്യാനുള്ള മതപരമായ ചടങ്ങുകളും അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കും മറ്റും എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. അത് ഏതായാലും അവിടെ പുരോഗമിച്ചുകൊണ്ടായിരിക്കുകയാണ്. എന്തായാലും ഈ രീതിയിൽ സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു പാതയാണ്. ആ പാതയിൽ ഇന്ന് പുലർച്ചെ അടക്കം ഈ പാതയിൽ ഒരു ചെറിയ ലോറി അടക്കം വലിയ സങ്കടകരമായ കാഴ്ച തന്നെയാണ്. ഒരു നാട് മുഴുവൻ ഓടിയെത്തിയിരിക്കുകയാണ് ആ കുരുന്നുകൾക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാനായിട്ട്. ഈ 4 കുട്ടികളുടെയും മൃതദേഹം ഇപ്പോൾ അവരവരുടെ വീടുകളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. അതിനുശേഷമുള്ള പൊതുദർശനമടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്.